ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് എത്തിയതിൻ്റെ കാരണം അവരുടെ നെറ്റ്വർക്ക് വളരെ വിപുലവും വിശാലവുമാണ്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും അധികം മലയാളികൾ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് അലാസ്കയിൽ കിട്ടും, ന്യൂ ഫൗണ്ട്ലാൻഡിലും കിട്ടും. അത്രയും വിപുലമാണ് അവരുടെ സംവിധാനം, അവരുടെ ശൃംഖല. അതുകൊണ്ടാണ് ഞാൻ തന്നെ പണ്ട് ഈ ഇന്ത്യ വിഷൻ ചാനലിൽ പരിപാടി നടത്തിയിരുന്ന കാലത്ത് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇന്ത്യ വിഷനിൽ തല കുത്തിയിരുന്ന പരിപാടി നടത്തിയാൽ അതിന് കിട്ടുന്ന റെസ്പോൺസിനേക്കാളും വളരെ കൂടുതലായിരുന്നു ഏഷ്യാനെറ്റിൽ വല്ലപ്പോഴും ഒരു ന്യൂസ് അവറിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്നത്. അത് കണ്ടാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വിളിക്കുമായിരുന്നു. കാരണം എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് ഏഷ്യാനെറ്റ്. അന്നും അത് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സത്യത്തിൽ ഏഷ്യാനെറ്റിനേക്കാളും നല്ല കണ്ടന്റ് ഇന്ത്യ വിഷനിലാണ് വന്നിരുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് ഏഷ്യാനെറ്റാണ്. അതുകൊണ്ടാണ് പിന്നീട് പല ചാനലുകളായി ഇന്ത്യ വിഷൻ പൂട്ടി മറ്റ് പല ചാനലുകളും വളരെ ഉത്സാഹത്തോടെ ആവേശത്തോടെ രംഗത്ത് വന്നു. മനോരമ വന്നു, മാതൃഭൂമി വന്നു, ന്യൂസ് 18 വന്നു, മറ്റ് പല ചാനലുകളും ഇപ്പോൾ ന്യൂസ് മലയാളം വരെ വന്നു. അപ്പോൾ ഇവരൊക്കെ വന്നെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ ഒന്നാം സ്ഥാനത്തിന് യാതൊരു ഇളക്കവും സംഭവിച്ചില്ല. രണ്ടാം സ്ഥാനത്തേക്ക് മനോരമ വന്നു, മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 24 ചാനൽ വരുന്നത്. 24 വന്നപ്പോൾ മനോരമയുടെ രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടു. 24 രണ്ടാം സ്ഥാനത്തായി. അതിൽ നിന്നുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പാണ് നമ്മുടെ മൊട്ടത്തലേൻ്റെ നേതൃത്വത്തിൽ ഈ പണ്ട് മുങ്ങിപ്പോയ അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരുന്ന റിപ്പോർട്ടർ ചാനൽ ട്രീ കട്ടർ മുതലാളി ഏറ്റെടുത്ത് പുതിയൊരു പന്ഥാവിലേക്ക് കൊടുത്തു. മറ്റ് പല ചാനലുകളിലും ഉണ്ട് മാധ്യമപ്രവർത്തകരെ, സാങ്കേതിക വിദഗ്ധരെയൊക്കെ വലിയ ശമ്പളം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മനോരമയും ഏഷ്യാനെറ്റും കൊടുക്കുന്നതിനേക്കാൾ കൂടിയ ശമ്പളമാണ് നമ്മുടെ ട്രീ കട്ടർ മുതലാളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഈ പലിശ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു